അതുപോലെ തന്നെ ഏത് വീഡിയോ ആണെങ്കിലും 21 മിനിറ്റ് ദീർഘമുള്ളതാണെങ്കിലും 22 മിനിറ്റ് ദീർഘമുള്ളതാണെങ്കിലും അത് കേൾക്കനെ വേണം. കേൾക്കാതെ മടി കൂടി ചടഞ്ഞു കൂടിയിരിക്കുന്നത് നിങ്ങളുടെ അരുന്ന് കൂട്ടി വാങ്ങലിന് വീണ്ടും അരുന്ന് കൂട്ടി വാങ്ങലിനും ഇത്രയ്ക്ക് നിർബന്ധമുള്ളവർ ചാട്ടിയുള്ളവരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുപോലെ നിങ്ങൾ അരുന്ന് കൂട്ടി വാങ്ങാനിടയാവും. അപ്പോൾ മനസ്സിലാക്കുക, ബാക്കിയുള്ളവർ എല്ലാ കാര്യം മനസ്സിലാക്കി സ്വന്തം കാര്യം നോക്കി എല്ലാവരുടെ കാര്യം അറിയാം, എന്നിട്ട് സ്വന്തം കാര്യം നോക്കി ധൈര്യമായിട്ട് സന്തോഷമായിട്ടായിട്ട് ഇരിക്കുന്നവരുടെ സ്വന്തം ജോലി നോക്കി നടക്കേണ്ട കയ്യിൽ നിങ്ങളെ വെടി തലയിടരുതെന്ന് പറയുന്നതാണ്. അങ്ങോട്ട് ദ്രോഹിക്കാണ്ട് ഇങ്ങോട്ട് ദ്രോഹവാക്കുകൾ പറഞ്ഞു എന്നും വിചാരിച്ച് കൊള്ളണ്ടെന്നും വിചാരിച്ചിട്ട് പൂർണ്ണ അറിവില്ലാണ്ട് നിങ്ങൾ ധൈര്യമില്ലായ്മ കാണിക്കണം. തമ്മിൽ കുഴിച്ചാടിക്കണം. തമ്മിൽ റെസ്പെക്റ്റ് ഇല്ലാത്ത, ജീവനില്ലാത്ത, ജീവനില്ലാത്ത പറഞ്ഞ് നടക്കണം വെട്ടിത്തം. അത് മനസ്സിലാക്കാൻ പഠിക്കുക. ഏതെങ്കിലും മീഡിയയുടെ മുന്നിൽ ബോധിപ്പിക്കേണ്ട കാര്യമില്ല, അതിൻ്റെ കാര്യമില്ല. അത് പറയേണ്ടത് പറഞ്ഞിട്ടുണ്ട്, വരുമ്പോൾ സമയമാകുമ്പോൾ പറയും. അത് അങ്ങനെയല്ല. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ നോക്ക്, നാനയുടെ ബർത്ത് വർഷം 1932, ബർത്ത് ഡേറ്റ് 1932, തിരിച്ചിട്ട 3rd സ്റ്റാൻഡേർഡ് ചേരേണ്ടെന്ന് ഞാൻ സർട്ടിഫിക്കറ്റ് കിട്ടാണ്ട് ഗോവയിൽ നിന്ന് ചിക്കൻ പോക്സ് മര്യാദയ്ക്ക് വന്നതാണെന്ന് പറഞ്ഞു അവർ. നാനിയുടെ ചിക്കൻ വീട്ടിൽ വരും പോക്സ് കുരുവിളാന്ന് വിളിക്കണ പോലെ. ഈ ടേബിൾസ് 93-ൽ 1 മുതൽ 12 വരെ ഓർക്കത്തിന് എഴുപ്പിച്ച് പറയിപ്പിച്ചതിനൊക്കെ പിന്നെ ശരിയല്ല, കിട്ടേണ്ട നേരത്ത് കിട്ടുന്നുള്ള പോലെ, കുപ്പയ്ക്ക് കിട്ടുന്നുള്ള പോലെ കൂടിക്ക് അടിക്കുക. അപ്പോൾ ആ രീതിയിൽ കിട്ടേണ്ട ഇതിൽ കിട്ടുമ്പോൾ 3ാം ക്ലാസ് ചേരേണ്ടത് ഞാൻ വീണ്ടും 2ാം ക്ലാസ്സിൽ ചേർന്ന് 95-ൽ 2ാം ക്ലാസ് 3ാം ക്ലാസ് ചേർന്ന് 5-6 എന്ന രീതിയിൽ വരണേ. 65 വയസ്സ് കുമാമയ്ക്ക്. അതുപോലെ മാർച്ച് 8 അതുപോലത്തെ ഉണ്ടാവേണ്ടത്. അവിടെ നിന്ന് ഞാൻ 2ാം ക്ലാസ് 3ാം ക്ലാസ്സിലേക്ക് ആവുന്നത് 95 96-ൻ്റെ 5-6 അല്ലെങ്കിൽ 2-3. പപ്പുയുടെ മാർച്ച് 14 5യുടെ വാല്യൂ 3.14 14 2-3 എന്ന രീതി കാണിക്കുന്നുണ്ട് ഞാനയുടെ ബർത്ത് ഡേറ്റും. ആ രീതി തന്നെയാണ് താഴെ 2000-ൽ വരുമ്പോൾ 5ാം ക്ലാസ്സിനും 7ാം ക്ലാസ്സിനും ഇടയ്ക്ക് 6ാം ക്ലാസ്. 5ാം ക്ലാസ്സിന് 6ാം ക്ലാസ്സിലാവുള്ളൂ. അപ്പോൾ ആ 6ാം ക്ലാസ്സിൽ 12 വയസ്സ് തികയുമ്പോൾ 5+7 ഞാൻ ജനിച്ച സമയം 7+5 12 1+2 3 കൂട്ടാൻ 12 00 സമയം തൃശ്ശൂരുണ്ടാവേണ്ട കാര്യം അതുള്ള രീതി മനസ്സിലാക്കാൻ പഠിക്കുക. അത് കഴിഞ്ഞ് ആ 3ഉം 6ഉം വരുന്നുണ്ട് 6ാം ക്ലാസ്സിൽ, 2ഉം 6ഉം വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ 2000-ൽ 6ാം ക്ലാസ്സിൽ ആ രീതി കറക്റ്റായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ 2024-ൽ 3ഉം 4ഉം നാനിയുടെയും ബർത്ത് മാസങ്ങൾ 3ഉം 4ഉം കഴിഞ്ഞ് ഈ 36 വയസ്സ് തികയുമ്പോൾ അതിന് മുമ്പ് ഓഗസ്റ്റ് 2-ന് 2 ദിവസം മുമ്പ് 2/6 വീണ്ടും വരുന്നുണ്ട്. 5-നും 5 മാസവും 7 മാസത്തിൻ്റെയും നടുവേ ജൂലൈ 30-ന് 30 എന്ന് പറഞ്ഞാൽ 6 എന്ന നമ്പർ, ജൂലൈ എന്ന് പറഞ്ഞാൽ 7, ജീവനുള്ള ദൈവത്തിൻ്റെ സമയം 30 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് മനസ്സിലാക്കാൻ പഠിക്കുക. പുതിയതൊക്കെ നോക്കേണ്ടത് പഴയതിനല്ല. മുങ്ങി നിവർന്ന വയസ്സ്, അതിൽ 2 മണിക്ക് എല്ലാം പൊട്ടി പിളർന്ന എല്ലാം കുമിഞ്ഞു കൂടി കല്ലും മണ്ണും പാറക്കല്ലും സിമൻറ്റും എല്ലാം മരങ്ങളും പീസായി പേര് വിലാസങ്ങളില്ലാണ്ട് പുഞ്ചിരി മറ്റത്താണ്. പുഞ്ചിരി എന്ന് ഓർക്കണം, പുഞ്ചിരി മറ്റം എന്ന് പറഞ്ഞൊരു ചെക്കൻ പറഞ്ഞിരുന്നു. ഹാരിസൺസ് മലയാളം വാലിന്ന് അവർ പേര് പറഞ്ഞു ന്യൂസിൽ, പക്ഷെ അത് തിരുത്തി പുഞ്ചിരി മറ്റെന്നാക്കി. അത് അവർക്ക് മാറ്റാൻ എന്താ, അവർക്ക് പൂർണ്ണ വിവരമില്ല. ജീവനില്ലാത്ത സ്ത്രീകളെയും നശ്വരമായ ഹ്യൂമൻസിനെയും മൃഗങ്ങളെയും എരുമകളെയും അരിമകളാണ് ഞങ്ങൾ സൃഷ്ടിച്ചത്. ആരാധിക്കുന്നതിന് വെഡിത്തം തലയിൽ കയറ്റി വച്ചിരിക്കുകയാണ്. എരുമയുടെ മോന്തയാണോ നിങ്ങളുടെ ശരീരമാണോ? വ്യത്യാസം മനസ്സിലാക്കുക. ജീവനുള്ള ദൈവം എന്ന് പറഞ്ഞാൽ സ്ത്രീയുമല്ല നശ്വരമായ മനുഷ്യൻ, ഹ്യൂമനുമല്ല നശ്വരമായ മൃഗവുമല്ല. അപ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കി. അപ്പോൾ മുങ്ങി നിവർന്നില്ലെങ്കിൽ ഷോർട്ട് കട്ട് മെത്തേഡ് കൊണ്ട് നടന്ന് തമ്മിൽ കുഴിയിൽ ചാടിക്കാനും തമ്മിൽ റെസ്പെക്റ്റ് ഇല്ലാണ്ട് ജീവനില്ലാത്തത് ആരാധിച്ച് പറഞ്ഞ് ചെയ്ത് ജീവനില്ലാത്ത വെഡിത്തത്തിന് മണ്ടൻ ഡയലോഗിൽ കൈയടിക്കാൻ പോയാൽ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് പറയാം, ഇത് പറയിപ്പിച്ച് നടക്കണവരും അവരോടും വിവരം പറഞ്ഞു കൊടുക്കില്ല. അവർ പറയൂല, പറഞ്ഞാൽ പെട്ടുപോകും. വിലയില്ലാത്ത കാര്യങ്ങളിൽ മുഴുകി കിടക്കണ ഒരു കാരണം. വിലയുള്ള സംസാരമാണ് വായന വരേണ്ടത്. മൂടിൻ്റെ ജോലി ചെയ്തോളും. മൂടിന്ന് വിടവൽ തിരിയാത്ത രീതിയിൽ പറഞ്ഞിട്ട് എനിക്കൊന്നും തിരിയണല്ലേ. അപ്പോൾ പറയേണ്ടത് വിലയുള്ള സംസാരം വരേണ്ടതും വിലയുള്ള സംസാരം നാവിൽ തന്നെ വരണം. അത് പൂർണ്ണ അറിവോടെ ആവണം. അതിനു വേണ്ടിയാണ് ക്വാളിറ്റി കാണിക്കാനാണ് പക്ഷികളെയും മൃഗാദികളെയും മനുഷ്യരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അത് സൃഷ്ടിയാണ്. സൃഷ്ടിയെ ആരാധിക്കാൻ പാടില്ല. അതുപോലെ ജൽപ്പന ജപമാല അരോചക എന്ന് പറഞ്ഞു. അതുപോലെ ജീവനില്ലാത്ത വിഗ്രഹങ്ങൾക്ക് അത് പാതിരിയും വിലയില്ലാണ്ട് റിപ്പീറ്റ് ചെയ്യണ സാക്രിഫൈസ് അത് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പാതിരികളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ജീവനില്ലാത്ത
ജീവിച്ചിരിക്കുമ്പോഴാണ് തമ്മിൽ തമ്മിൽ സ്നേഹിക്കേണ്ടതും തമ്മിൽ പൂർണ്ണ അറിവോടെ പൂർണ്ണ ആത്മാവോടെ എന്തുകൊണ്ട് പറഞ്ഞ് ഭൂതത്തിനെ കുറിച്ചല്ല പറഞ്ഞത്, പൂർണ്ണ അറിവോടെ അല്ലെങ്കിൽ തമ്മിൽ സദ്വചനങ്ങൾ ഉപകാരങ്ങൾ കൈമാറുക, തമ്മിൽ പ്രാർത്ഥിക്കുക, സ്ട്രെങ്ത്തിൽ നീങ്ങുക. ലവ് ആണെങ്കിലും സ്ട്രെങ്ത്തിൽ നീങ്ങുക. ശോഷിച്ച വാക്കുകളും ശോഷിച്ച് ജീവനില്ലാത്ത ആരാധന അതിൽ പാടില്ല. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. അത് നന്നായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, അത് വായിക്കാൻ ശ്രമിക്കുക, മനസ്സിലാക്കാൻ പഠിക്കുക. എവിടെയാണ് എന്താ പോരായ്മ നിങ്ങളുടെ, അതൊന്ന് മാറ്റി വിഡ്ഢിത്തം മാറ്റാനുള്ള കാര്യങ്ങൾ പറയാം. വിഡ്ഢിത്തം പറഞ്ഞ് തമ്മിൽ കുഴിച്ചാടിക്കണ വിഡ്ഢികളെ പോലെയല്ല ജീവനില്ലാത്തത് ആരാധിച്ചും പറഞ്ഞും മൂട്ടിന്ന് വിട്ട് ചെയ്തത്. അപ്പോൾ അതല്ല, ജീവനില്ലാത്തത് ആരാധിക്കരുത്. വിഡ്ഢിത്തം മാറ്റി വിവരത്തിലേക്ക് കടക്കുക. വിവരം ഇപ്പം പണ്ട് കേട്ടുകളിയുണ്ടെന്ന് വിഡ്ഢികളുണ്ടെന്ന്, ഇപ്പോൾ എവിടെയൊക്കെ നിൽക്കണ വിഡ്ഢികളെന്ന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് എനിക്ക്. അപ്പോൾ മനസ്സിലാക്കുക.